ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 22-ാം അധ്യായം. 22-ൽ ഇനി നമ്മൾ കേൾക്കുന്നത് 15 മുതൽക്കുള്ള ശ്ലോകങ്ങളാണ്. 15-ാമത്തെ ശ്ലോകം ഋഷിരുവാച ബാഢമുദ്വോഢുകാമോഹമപ്രാപ്താച തവാത്മജ ആവയോരനുരൂപോസാവാദ്യോ വൈവാഹികോ വിധി. ബാഢം അപ്രകാരം തന്നെ. ശരി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥമാണ് ബാഢം എന്ന വാക്കിന്. അഹം ഞാൻ, ഉദ്വോഢുകാമഹ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവനാകുന്നു. തവ ആത്മജ അങ്ങയുടെ മകൾ, അപ്രത്താച്ച മറ്റാർക്കും വാഗ്ദാനം ചെയ്യപ്പെടാത്തവളുമാണ്. അസൗ ആദ്യ ഈ ആദ്യമായ വൈവാഹിക വിവാഹത്തെ സംബന്ധിച്ച വിധി ആവയോഹോ നമുക്കിരുവർക്കും അനുരൂപ അനുയോജ്യമാണ്. സ്വയംഭൂ മനുവിന്റെ അഭ്യർത്ഥന കേട്ട് കർദമൻ അത് സ്വീകരിച്ചു. തനിക്കെല്ലാം കൊണ്ടും അനുരൂപയായ മനുപുത്രിയെ താൻ വിവാഹങ്ങളിൽ ആദ്യത്തേതായ ബ്രാഹ്മത്തിന്റെ വിധിപ്രകാരം പാണിഗ്രഹണം ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു. അവിടെ ഗൃഹാപിതേ സൗഭഗത്വായ ഹസ്തം മയാ പത്യ എന്ന പാണിഗ്രഹണ മന്ത്രം ഇവിടെ ശ്രീധരാചാര്യര് ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ പൂർണ്ണ രൂപം ഗൃഹാമിതേ സൗഭഗത്വായ ഹസ്തം മയാപത്യ ജരദഷ്ടിര്യഥാസഹ ഭഗോ അര്യമാ സവിതാ പുരന്ധിർമഹ്യം താദുർഗർഹപത്യായ ദേവാഹ. ഋഗ്വേദമന്ത്രമാണ്. ഹ്രഗ്രഹോർഭച്ഛന്ദസി എന്ന പാണിനീയ സൂത്രത്തിന്റെ വാർത്തികത്തില് അതിന്റെ പ്രമാണം അവിടെ ഗൃഹാമി എന്ന് വേണ്ടിടത്ത് ഗൃഹിണാമി എന്നാണ് എഴുതേണ്ടത്. ഹകാരത്തിന് പകരം ഭകാരം ഉപയോഗിച്ച് കാണാം. അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ആ മന്ത്രക ചിലപ്പോൾ ഗൃഭണാമി എന്നാണ് ചൊല്ലി കേൾക്കാറ്. ഗൃഹിണാമി എന്നാണ് പദം. അപ്പൊ എന്തായാലും അത് ആർഷമായ പ്രയോഗമാണ് എന്നാണ്. ഇവിടെ ആദ്യ ശബ്ദം ഉപയോഗിച്ചത് കാണാം. എന്താ വെച്ചാൽ ഇവിടെ ഇതിനു മുമ്പ് വിവാഹം എന്നൊന്ന് നടന്നിട്ടില്ലായികയാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിവാഹം, അതായത് മുൻപ് വിവാഹമൊന്നും ചെയ്തിട്ടില്ല. മറ്റൊന്ന്, വിവാഹം എന്ന് പറയുമ്പോൾ അവിടെ 8 തരത്തിലുള്ള വിവാഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഈ ബ്രാഹ്മം എന്ന സമ്പ്രദായത്തിലുള്ള വിവാഹം. ആ രീതിയിലാണ് താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. തുടർന്ന് 16-ാമത്തെ ശ്ലോകം കാമസ്സഭൂയാൻ നരദേവ തേസ്യാഹ പുത്ര്യാ സമാമ്നായ വിധൗ പ്രതീതഃ ക ഏവ തേ തനയാം നാദ്രിയേത സ്വയൈവ കാന്ത്യ ക്ഷിപതീമിവ ശ്രിയം. ഹേ നരദേവ, അല്ലയോ രാജൻ, തേ അങ്ങയുടെ, അസ്യാ പുത്ര്യ ഈ പുത്രിക്ക്, സമാമ്നായ വിധൗ വേദോക്തമായ വിധിയിൽ, പ്രതീത പ്രസിദ്ധമായുള്ള, സഹ കാമഹ അഭിലാഷം, ഭൂയാത് ഭവിക്കട്ടെ. സ്വയാ ഏവ കാന്ത്യ സൗന്ദര്യ ശോഭയാൽ, ശ്രിയം അലങ്കാര ശോഭയെ, ക്ഷിപതീം ഇവ നിസ്സാരമാക്കുന്ന, തേ തനയാം അങ്ങയുടെ പുത്രിയെ, കഹ ഏവ ആരാണ്, ന ആദ്രിയേത ആദരിക്കാതിരിക്കുക. അപ്പൊ കർദമ പ്രജാപതി ദേവഹൂതിയുടെ ദേഹകാന്തിയെ പ്രശംസിക്കുന്നു. അവൾ അരമനയുടെ ഉപരിഭാഗത്ത് പന്താടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗന്ധർവശ്രേഷ്ഠനായിട്ടുള്ള വിശ്വാവസു വിമാനമാർഗം സഞ്ചരിക്കുന്ന സമയത്ത് അവളെ കാണാൻ സംഗതിയായി. ആ വൃത്താന്തങ്ങളൊക്കെയാണ് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ. യാം ഹമ്യപൃഷ്ഠേ കൊണദംഘ്രിശോഭാം വിക്രീഡതീം കന്ദുകവിഹ്വലാക്ഷീം വിശ്വാവസുർന്യപതത് സ്വാദ് വിമാനാദ് വിലോക്യ സമ്മോഹ വിമൂഢചേതാഹ. ഹർമ്യപൃഷ്ഠേ മാളികയുടെ ഉപരിഭാഗത്ത്, കൊണതംഘ്രിശോഭാം ചിലമ്പലിയോടുകൂടിയ കാൽക്കിലുക്കത്തോടെ, കന്ദുകവിഹ്വലാക്ഷയും പന്തിൽ നട്ടിരിക്കുന്ന കണ്ണിണയോടുകൂടിയവളായി, വിക്രീഡതീം കളിയാടുന്ന, യാതൊരിവളെ വിലോക്യ കണ്ടിട്ട്, വിശ്വാവസു എന്ന ഗന്ധർവ രാജാവ്,
സമ്മോഹ വിമൂഢചേതാഹ, മോഹാലസ്യപ്പെട്ട് സ്വാത്ത് തൻ്റെ വിമാനത്തിൽ നിന്ന് ന്യപതത്ത് താഴെ വീണുപോയത്രേ. അപ്പൊ അവളുടെ സൗന്ദര്യം കണ്ട് വിശ്വാവസു എന്നുള്ള ഗന്ധർവ രാജാവിന് അത്രയും അദ്ദേഹത്തിന്റെ മനസ്സിനെ പോലും പിടിച്ചു കുലുക്കിയതാണ്. കാരണം ഗന്ധർവന്മാർക്ക് പൊതുവെ 2 ജോലികളാണ്. ഒന്ന് ദേവലോകത്ത് ഗന്ധർവ വിദ്യകൾ അവതരിപ്പിക്കുക, മറ്റൊന്ന് മഹർഷിമാരുടെ ഈ എന്താ പറയുക തപസ്സും മറ്റുമൊക്കെ അലങ്കോലമാക്കുക. ഭാഗവതത്തിൽ എത്രയോ ഈ മഹർഷിമാരുടെ തപസ്സിനെ കുറിച്ച് പറയുമ്പോൾ ദേവേന്ദ്രൻ ഗന്ധർവന്മാരെയും ഗന്ധർവ സ്ത്രീകളെയോ അപ്സര സ്ത്രീകളെയൊക്കെ പറഞ്ഞയച്ചതായിട്ട് കാണാം. ഇത് കൂടാതെ അവർക്കൊരു പ്രവൃത്തി ഉണ്ട്. അത്രയും പെൺകുട്ടികൾ കന്യകമാരായിരിക്കുന്ന സമയത്ത് അവരുടെ സംരക്ഷണം ഗന്ധർവന്മാരുടേതാണ്. അപ്പൊ ലോകത്തിലുള്ള എത്രയോ പെൺകുട്ടികളെ, സൗന്ദര്യധാമങ്ങളെ ഈ വിശ്വാവസു കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെക്കാളൊക്കെ സൗന്ദര്യം ദേവഹൂതി ദേവിക്കുണ്ട്. ആ ഒരു അനുപമമായ അഭൗമമായ സൗന്ദര്യം കണ്ടിട്ടാണ് അദ്ദേഹം വിമാനത്തുനിന്ന് തല കറങ്ങി താഴെ വീണതെന്നാണ്. താം പ്രാർത്ഥയന്തിയും ലലനാലലാമം അസേവിത ശ്രീ ചരണൈരദൃഷ്ടാം വത്സാം മനോരുച്ചപദസ്വസാരം കോ നാനുമന്യേത ബുധോഭിയാതാം. അസേവിത ശ്രീ ചരണൈഹി, ശ്രീഭഗവതി പാദസേവ ചെയ്തിട്ടില്ലാത്തവർക്ക് അദൃഷ്ടാം അദൃശ്യയും മനോഹോ മനുവിൻ്റെ വത്സാം പ്രിയപുത്രിയും ഉച്ചപദ ഉത്താനപാദന്റെ സ്വസാരം സഹോദരിയും പ്രാർത്ഥയന്തിയും വിവാഹം അർത്ഥിക്കുന്നവളും അഭിയാതാം അരികെ വന്നു ചേർന്നവളും ലലനാലലാമം സ്ത്രീവർഗത്തിന് അലങ്കാരമായവളുമായ താം അവളെ ബുധഃ വിവേകിയായ കഹ ആരാണ് ന അനുമന്യത അംഗീകരിക്കാതിരിക്കുക. അതായത് ഭഗവതിയുടെ ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹമില്ലാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ പൂജിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇത്രയും സുന്ദരിയായിട്ടുള്ള ഈ മനുപുത്രിയെ കാണാൻ പോലും സാധിക്കില്ല. ഉത്താനപാദന്റെ സഹോദരിയാണ്, വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളാണ്. ഇപ്പൊ അത് അഭ്യർത്ഥിച്ചിട്ടുണ്ടാവണം അച്ഛനോട് എനിക്ക് വിവാഹം കഴിക്കണമെന്ന്. അപ്പോ അങ്ങനെ തൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള ഇത്രയും സൗഭാഗ്യവതിയായ ഒരു പെൺകിടാവിനെ ആരാണ് വേണ്ടാന്ന് വെക്കുക എന്നാണ് അവിടെ ഈ കർദമ പ്രജാപതി മനുവിനോട് പറയണത്. എന്ന് വെച്ചാൽ അങ്ങയുടെ പുത്രിയെ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് അർത്ഥം. അതോ ഭജിഷ്യേ സമയേന സാധ്വീം യാവത്തേജോ ബിഭ്രയാദാത്മനോമേം അതോ ധർമാൻ പാരമഹംസ്യ മുഖ്യാന് ശുക്ലപ്രോക്രാൻ ബഹുമന്യേ വിഹിംസ്രാന്. അതഹ അതിനാൽ മേ ആത്മനഃ എന്നിൽ നിന്ന് തേജഹ വീര്യത്തെ, അതായത് ഗർഭത്തെ, യാവത് ബിഭ്രയാത് ധരിക്കുന്നത് വരേക്കും എന്നും, സമയേന നിശ്ചയത്തോടെ, സാധ്വീം ശ്രേഷ്ഠയായ ഇവളെ ഭജിഷ്യെ സ്വീകരിക്കാം, അതഹ അതിനുശേഷം ശുക്ലപ്രോക്രാൻ വിഷ്ണു ഭഗവാനാൽ വഴി പോലെ ഉപദേശിക്കപ്പെട്ട അഭിഹിംസ്രാൻ ഹിംസാരഹിതങ്ങളും പാരമഹംസ്യ മുഖ്യാൻ ധർമാൻ പരമഹംസന്മാർക്ക് ചേർന്നതുമായ ഉത്തമധർമ്മങ്ങളെ ബഹു അനുഷ്ഠിക്കാൻ മന്യേ വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ തനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം പറഞ്ഞതിന് ശേഷം മറ്റൊരു കാര്യം സൂചിപ്പിക്കണം. ഇവള് സ്ത്രീവർഗത്തിന് തന്നെ അലങ്കാരാണ് അല്ലേ. ലക്ഷ്മി ഭഗവതി ഉപാസിക്കാത്തവർക്ക് അവളെ ദർശിക്കാൻ പോലും ഭാഗ്യം സിദ്ധിക്കില്ല എന്നൊക്കെ അവിടെ സൂചിപ്പിച്ചു. പക്ഷേ എന്താ ഒരു പ്രശ്നമുണ്ട്, ഒരു നിബന്ധനയുണ്ട്. എന്തായത്, ഇവൾ ഗർഭം ധരിക്കുന്നത് വരെ, അതായത് പുത്രോത്പാദനം വരെ തൻ്റെ പത്നിയായിരിക്കും. അനന്തരം താൻ പരമഹംസന്മാരുടെ പദവിയിലുള്ള സന്യാസത്തെ സ്വീകരിക്കും. അപ്പൊ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ഋണത്രയത്തെ അപാകരണം ചെയ്ത ശേഷം സന്യാസം സ്വീകരിക്കുവാനാണ് ഈ വിശ്വത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയ ഹേതുഭൂതനായ ഭഗവാൻ പ്രജാപതികളിൽ ഒരാളായ തന്നോട് അരുളി ചെയ്തതെന്നും താൻ ഭഗവതാജ്ഞ ഇപ്രകാരം പരിപാലിക്കുമെന്നും കർദമൻ തുടർന്ന് പറയണം. യതോഭവത് വിശ്വമിദം വിചിത്രം സംസ്ഥാസ്യത്തെ യത്ര ച വാവതിഷ്ഠത്തെ പ്രജാപതീനാം പതിരേഷ മഹ്യം പരം പ്രമാണം ഭഗവാൻ അനന്തഃ. വിചിത്രം അത്ഭുതകരമായ ഇതം വിശ്വം ഈ വിശ്വം യതഃ യാതൊരാളിൽ നിന്ന് അഭവത് ഉണ്ടായോ യത്ര വാ യാതൊരാളെ ആശ്രയിച്ച് അവതിഷ്ഠത്തെ സ്ഥിതി ചെയ്യുകയും
സംസ്ഥാസിതേച്ച യാതൊരാളിൽ വിലയിക്കുകയും ചെയ്യുന്നുവോ പ്രജാപതീനാം പ്രജാപതികളുടെ പതി അധിപനും അനന്തഹാനന്ദനും ഭഗവാൻ ഭഗവാനുമായ ഏഷ ഈ മഹാവിഷ്ണു മഹ്യമെനിക്ക് പരംപ്രമാണം പരമപ്രമാണമാകുന്നു. അപ്പൊ ഞാൻ ആ ഭഗവാനെ ഭജിക്കാൻ പോകും. വിവാഹം കഴിഞ്ഞ് എനിക്കൊരു പുത്രനുണ്ടായാൽ ഇങ്ങനെയൊക്കെ തൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഈ കഥകളൊക്കെ മൈത്രേയ മഹർഷി വിതുരനോടാണ് പറയുന്നത്. അപ്പൊ മൈത്രേയൻ തുടരുന്നു. മൈത്രേയ ഉവാച സ ഉഗ്രധന്വൻ നിയദേവാബഭാഷേ ആസീച്ച തൂഷ്ണീമരവിന്ദനാഭം ധിയോപഗൃഹൻ സ്മിതശോഭിതേന മുഖേന ചേതോ ലുലുഭേ ദേവഹൂത്യഃ. ഹേ ഉഗ്രധന്വൻ, അല്ലയോ വില്ലാളി വീരനായ വിതുര, സഹ അദ്ദേഹം, അതായത് കർദമ പ്രജാപതി, അരവിന്ദനാഭം ശ്രീ മഹാവിഷ്ണുവിനെ ധിയാ മനസ ഉപഗൃഹൻ ചിന്തിച്ച് ഇയത് ഏവ ഇത്രയും ആബഭാഷയെ പറഞ്ഞ് തൂഷ്ണീമാസീച്ച മൗനം അവലംബിക്കുകയും ചെയ്തു. സ്മിതശോഭിതേന പുഞ്ചിരിയാൽ ശോഭിക്കുന്ന മുഖേന മുഖത്താൽ ദേവഹൂത്യാഹ ദേവഹൂതിയുടെ ചേതഹ മനസ്സ് ലുലുഭെ വശീകരിക്കപ്പെട്ടു. സോനുജ്ഞാത്വാ വ്യവസിതം മഹിഷ്യാ ദുഹിതുസ്ഫുടം തസ്മൈ ഗുണഗണാഢ്യായ ദദൗ തുല്യാം പ്രഹർഷിതഃ. അനു അതിൽ പിന്നെ സഹ അദ്ദേഹം മഹിഷ്യാഹ പത്നിയുടെ ദുഹിതു ച പുത്രിയുടെയും വ്യവസിതം മനോരഥം സ്ഫുടം ജ്ഞാത്വ വ്യക്രമായി അറിഞ്ഞ് പ്രഹർഷിത സന്തുഷ്ടനായിട്ട് ഗുണഗണാഢ്യായ തസ്മൈ തുല്യാം സദ്ഗുണ സമ്പൂർണനായ അദ്ദേഹത്തിന് തുല്യയായവളെ ദദൗ ദാനം ചെയ്തു. ശതരൂപ മഹാരാജ്ഞി പാരിബരിഹാൻ മഹാധനാന് ദമ്പത്യോ പര്യദാത് പ്രീത്യ ഭൂഷാവാസ പരിച്ഛദാന്. മഹാരാജ്ഞിയായ ശതരൂപ പ്രീതിയോടെ ദമ്പത്യോഹോ വധൂവരന്മാർക്ക് മഹാധനാൻ ധാരാളം ധനം ഭൂഷാവാസ പരിച്ഛദാൻ ഭൂഷണങ്ങൾ വസ്ത്രങ്ങൾ ഗൃഹോപകരണങ്ങൾ മുതലായ പാരിബർഹാൻ സമ്മാനങ്ങൾ പര്യദാത് ദാനം ചെയ്തു. അപ്പോൾ കർദമ പ്രജാപതി തൻ്റെ ഇംഗിതം മനുവിനോട് അറിയിച്ച ശേഷം ദേവഹൂതിയുടെ മനസ്സിനെ ആകർഷിക്കുവാൻ ഉതകം വിധം മന്ദഹാസത്തോടെ മൗനിയായി സ്ഥിതി ചെയ്തു എന്ന് ഈ മൈത്രേയ മഹർഷി വിതുരനോട് പറയുകയാണ്. മനു തൻ്റെ പത്നിയുടെയും പുത്രിയുടെയും അനുകൂല ഭാവത്തെ മനസ്സിലാക്കി സന്തോഷപൂർവ്വം ദേവഹൂതിയെ കർദമ പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. രാജ്ഞിയായ ശതരൂപ സന്തോഷത്തോടെ വസ്ത്രാഭരണാദികളായ സമ്മാനങ്ങൾ ആ ദമ്പതികൾക്ക് ദാനം ചെയ്തു. അപ്പൊ കന്യകയ്ക്ക് വിവാഹ അവസരത്തില് മാതാപിതാക്കന്മാർ നൽകുന്ന സമ്മാനങ്ങൾ സ്ത്രീധനം എന്നുള്ള വകുപ്പിൽ പെടും. സൂര്യായാവഹതു പ്രാഗാത് സവിത യമവാസൃജത്. ഇങ്ങനെ ഋഗ്വേദത്തിലുള്ള ചില മന്ത്രങ്ങളിൽ ചില സൂക്തങ്ങളിലൊക്കെ ഈ സ്ത്രീധനം എന്ന ആശയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ബഹതു എന്ന ശബ്ദം ഇനി വീണ്ടും ആവർത്തിക്കുന്നത് കാണാം. കാരണം അതൊക്കെ ഋഗ്വേദത്തിൽ വരുന്ന മന്ത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങളാണ്. ആ വഹതു എന്നുള്ള ശബ്ദത്തിന് സ്ത്രീധനം എന്നാണ് സായണാചാര്യർ നൽകുന്ന അർത്ഥം. അപ്പൊ ഒരു കന്യകയെ വിവാഹം കഴിക്കാൻ വരുന്ന വരന് പ്രതിഫലമായി കൊടുക്കുന്നതല്ല സ്ത്രീധനം. സത്യത്തില് അതൊരു ദുഷിച്ച സമ്പ്രദായമാണ്. നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആർഷഭാരതത്തിന് അജ്ഞാതമായ ഒരു കാര്യമാണ് സത്യത്തിൽ ഇന്ന് നടപ്പിലുള്ള സ്ത്രീധനം എന്നുള്ള ആ ഒരു ദുഷിച്ച പ്രവണത. മറിച്ച് ആ കന്യകയ്ക്ക് കൊടുക്കുന്ന ധനം അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതില് വേറെ ആൾക്കും ഒരവകാശവും ഇല്ല. അതവൾക്ക് മാത്രം ഉള്ളതാണ്. തുടർന്ന് പ്രത്താം ദുഹിതരം സമ്രാട്ട് സദൃക്ഷായ ഗതവ്യഥ ഉപഗുഹ്യ ച ബാഹുഭ്യാം ഔത്കണ്ഠ്യോന്മഥിതാശയ അശക്നുവം സ്തദ്വിരഹം മുഞ്ചൻ ബാഷ്പകലാം മുഹു ആസിഞ്ചദംബ വത്സേതി നേത്രോതിർദുഹിതു ശിഖ. ഗതവ്യഥ വ്യഥയെല്ലാം നീങ്ങിയ സമ്രാട്ട് മനുചക്രവർത്തി സദൃശനായ വരന് പ്രത്താം നൽകപ്പെട്ട ദുഹിതരം പുത്രിയെ ബാഹുഭ്യാം രണ്ട് കൈകൊണ്ടും ഉപഗുഹ്യ ച ആലിംഗനം ചെയ്ത് തദ്വിരഹം അവളുടെ വിരഹത്തെ അശക്നുവൻ സഹിക്കാനാവാതെ ഔത്കണ്ഠ്യോന്മഥിതാശയ ഉത്കണ്ഠയോടുകൂടിയ മനസ്സോടെ അംബ വത്സേ അമ്മു ഓമനെ എന്നൊക്കെ വിളിക്കില്ലേ, ഇതി എന്നീ പ്രകാരമെല്ലാം പറഞ്ഞുകൊണ്ട് ബാഷ്പകലാം മുഞ്ചൻ കണ്ണീർ ചൊരിഞ്ഞുകൊണ്ട് നേത്രോദേഹി കണ്ണീരാൽ
ദുഹിതു മകളുടെ ശിഖാ തലമുടി ആസിഞ്ചത് ആകെ നനച്ചു. ആമന്ത്രിതം മുനിവരം അനുജ്ഞാത സഹാനുഗഹ പ്രതസ്ഥേ രഥമാരുഹ്യ സഭാര്യ സ്വപുരം നൃപ. സഭാര്യ നൃപ പത്നി സമേതനായ രാജാവ് തം മുനിവരം ആ മുനിവര്യനോട് ആമന്ത്ര യാത്ര പറഞ്ഞ് അനുജ്ഞാത വിടവാങ്ങിയിട്ട് സഹാനുഗഹ അനുയായികളോടുകൂടെ രഥമാരുഹ്യ രഥത്തിലേറി സ്വപുരം സ്വനഗരിയിലേക്ക് പ്രതസ്ഥേ പുറപ്പെട്ടു. ഉഭയോ ഋഷികുല്യായാഹ സരസ്വത്യാ സുരോധസോഹോ ഋഷീണാമുപശാന്താനാം പശ്യൻ ആശ്രമസമ്പദഃ. ഋഷികുല്യായ ഋഷിമാർക്ക് പ്രിയപ്പെട്ട സരസ്വത്യാഹ സരസ്വതിയുടെ ഉഭയോ സുരോധസോഹോ ഭംഗിയേറിയ ഇരു കരകളുമുള്ള ഉപശാന്താനാം ശാന്തരായ ഋഷീണാം ഋഷിമാരുടെ ആശ്രമസമ്പദ ആശ്രമസമ്പൽ സമൃദ്ധി പശ്യൻ കണ്ടുകൊണ്ട് അദ്ദേഹം പോയി. തമായാന്തം അഭിപ്രേത്യ ബ്രഹ്മാവർത്താത് പ്രജാപതിം ഗീതസംസ്തുതവാദിത്രൈഹി പ്രത്യുദീയു പ്രഹർഷിതാഹ. പ്രജാഹ പ്രജകൾ പതിം ആയാന്തം പ്രജാപാലകനായ അദ്ദേഹം വരുന്നതായിട്ട് അഭിപ്രേത്യ മനസ്സിലാക്കി പ്രഹർഷിത സന്തുഷ്ടരായി ബ്രഹ്മാവർത്താത് ബ്രഹ്മാവർത്തത്തിൽ നിന്ന് സംസ്തുതി വാദിത്രൈഹി പാട്ട് സ്തുതി വാദ്യഘോഷങ്ങൾ ഇവയോടെ പ്രത്യുദീയുഹു എതിരേറ്റു. തൻ്റെ പുത്രിയെ അനുരൂപനായ വരന് ദാനം ചെയ്യുവാൻ കഴിഞ്ഞതിൽ മനു കൃതാർത്ഥനായി. പുത്രി ആലിംഗനം ചെയ്തു. വിരഹദുഃഖം ഹേതുവായി കണ്ണീർ വാർന്നു. അനന്തരം നവവധൂവരന്മാരോട് യാത്ര പറഞ്ഞ് അവരുടെ അനുവാദത്തോടെ മനുവും ശതരൂപയും പരിവാര സമേതം യാത്രയാവുകയും ചെയ്തു. സരസ്വതി നദിയുടെ ഇരുകരകളിലും വസിക്കുന്ന ശാന്തശീലരായ ഋഷികളുടെ ആശ്രമങ്ങളുടെ അഭിവൃദ്ധി കണ്ടുകൊണ്ടാണ് അവർ പോയത്. തങ്ങളുടെ രാജാവ് ബ്രഹ്മാവർത്തത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നത് കണ്ട അവിടുത്തെ നിവാസികൾ പാട്ട്, നൃത്തം, വാദ്യം മുതലായ ആഘോഷങ്ങളോടെ അദ്ദേഹത്തെ എതിരേറ്റു. ബർഹിഷ്മതി നാമപുരി സർവസമ്പത് സമന്വിത ന്യപതന്യത്ര രോമാണി യജ്ഞസ്യാംഗം വിധുന്നതഃ കുശാകാശാസ്ത ഏവാസൻ ശശ്വതഹരിതവർച്ചസഃ ഋഷയോ യൈ പരാഭവ്യ യജ്ഞഖ്നാന്യജ്ഞമീജിരേ യജ്ഞമീജിരേ കുശകാശമയം ബർഹിരാസ്തീര്യ ഭഗവാൻ മനുഹു അയജത് യജ്ഞപുരുഷം ലബ്ധാസ്ഥാനം യതോ ഭുവം. യത്ര യാതൊരിടത്ത് യജ്ഞസ്യ യജ്ഞവരാഹമൂർത്തിയുടെ അംഗം ദേഹം വിധുന്നതഃ കുടയവേ രോമാണി രോമങ്ങൾ നപതൻ കൊഴിഞ്ഞു വീണുവോ ബർഹിഷ്മതി നാമ അവിടം ബർഹിഷ്മതി എന്ന പേരിനാൽ പ്രസിദ്ധമായി. സർവസമ്പത് സമന്വിത അവിടെ സമ്പത് സമൃദ്ധമായ പുരി നഗരം സ്ഥിതി ചെയ്യുന്നു. തേ ഏവ ആ രോമങ്ങൾ തന്നെ ശശ്വത എപ്പോഴും ഹരിവർച്ചസഹ പച്ച നിറമുള്ള കുശാഹ കുശകളും കാശാഹ ആറ്റുദർഭകളുമായി ആസൻ തീർന്നു. ഋഷയ ഋഷിമാർ യൈ യാതൊന്നുകളാൽ യജ്ഞഖ്നാൻ യാഗവിഘ്നം വരുത്തുന്നവരെ പരാഭവ്യ ജയിച്ച് യജ്ഞമൂർത്തിയെ ഈജിരെ യജിച്ചുവോ ഭഗവാനായ മനു ഭുവം ഭൂമിയെ സ്ഥാനം വാസസ്ഥാനമായി ലഭിച്ചിട്ട് യതഹ യാതൊരിടത്ത് കുശകാശമയം കുശകാശ തൃണങ്ങളാകുന്ന ബരിഹി ആസ്തീര്യ ദർഭ വിരിച്ച് യജ്ഞപുരുഷം യജ്ഞമൂർത്തിയെ അയജത് യജിച്ചു. ബർഹിഷ്മതി നാമ വിഭുയാം നിർവിശ്യ സമാവസത്ത് തസ്യാം പ്രവിഷ്ടോ ഭവനം താപത്രയ വിനാശനം. വിഭുവായ മനു ബർഹിഷ്മതി നാമ യാം ബർഹിഷ്മതി എന്ന പേരായ യാതൊരു പുരിയെ നിർവിശ്യ പ്രവേശിച്ച് തസ്യാം അതിലുള്ള താപത്രയ വിനാശനം താപത്രയത്തെ അകറ്റുന്ന ഭവനത്തിലേക്ക് രാജധാനിയിൽ പ്രവേശിച്ചവനായി. സഭാര്യ സപ്രജ കാമാൻ ബുഭുജേന്യാവിരോധത സംഗീയമാന സൽകീർത്തി സസ്ത്രീഭി സുരഗായകൈഹി പ്രത്യൂഷേഷനുബദ്ധേന ഹൃദാശൃണ്ണൻ ഹരേ കഥ. സസ്ത്രീഭി സ്ത്രീകളോടുകൂടിയ സുരഗായകൈഹി ദേവഗായകരാൽ സംഗീയമാന സൽകീർത്തി ഗാനം ചെയ്യപ്പെടുന്ന സൽകീർത്തിയോടുകൂടിയവരായും പ്രത്യൂഷേഷു പ്രഭാതകാലങ്ങളിൽ അനുബദ്ധന ഭക്തിയോടൊത്ത ഹൃദയ മനസ്സോടെ ഹരേ ശ്രീഹരിയുടെ കഥാകഥകളെ ശൃണ്ണൻ കേട്ടുകൊണ്ടും ഭാര്യയോടും പ്രജകളോടും കൂടി അന്യാവിരോധത മറ്റുള്ളവയ്ക്ക് തടസ്ഥം കൂടാതെ കാമാൻ കാമങ്ങളെ ബുഭുജെ അനുഭവിച്ചു.
നിഷ്ണാതം യോഗമായാസു മുനിം സ്വയംഭുവം മനും യഥാ ഭ്രംശയിതും ഭോഗ ന ശേഖു ഭഗവത് പരം അയാതയാമാസ്തസ്യാസൻ യാമാ സ്വാന്തരയാപനഃ ശൃണ്വതോ ധ്യായതോ വിഷ്ണോഃ കുർവതോ ബ്രുവതഃ കഥാഃ. ഭഗവത് പരം ഭഗവത് ഭക്തനും മുനിം മനനശീലനുമായ സ്വയംഭുവം മനം സ്വയംഭുവമനുവേ യോഗമായാസു ഐഹിക സുഖങ്ങളിൽ നിഷ്ണാതം മുഴുകിയവനെങ്കിലും ആഭ്രംശയിതും ഒട്ടും തന്നെ വ്യതിചലിപ്പിക്കാൻ ഭോഗങ്ങൾ നശേകു ശക്രങ്ങളായില്ല. വിഷ്ണോഹോ കഥ വിഷ്ണുവിന്റെ കഥകളെ ശൃണ്വത കേൾക്കുകയും ധ്യായത ധ്യാനിക്കുകയും കുർവത രചിക്കുകയും ബ്രുവത പറയുകയും ചെയ്ത തസ്യ അദ്ദേഹത്തിന്റെ സ്വാന്തരായപനാഹ യാമഹ സ്വന്തം കാലാവധിയെ കഴിക്കുന്ന യാമങ്ങൾ അയാതയാമാഹ ആസൻ നിസ്സാരങ്ങളല്ലാത്തവയായി തീർന്നു. സേവം സ്വാന്തരം നിന്നെ യുഗാനാമേക സപ്രതിം വാസുദേവ പ്രസംഗേന പരിഭൂതഗതിത്രയ. സഹ അദ്ദേഹം വാസുദേവ പ്രസംഗേന വാസുദേവപരമായ കാര്യങ്ങളാൽ പരിഭൂതഗതിത്രയ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നീ അവസ്ഥാഭേദങ്ങൾ മൂന്നിനെയും അനുഭവിച്ച് സ്വാന്തരം തൻ്റെ കാലാവധിയായ യുഗാനാം ഏകസപ്രതിം 71 ചതുർയുഗങ്ങളും ഏവം ഇപ്രകാരം നിന്നെ കഴിച്ചുകൂട്ടി. ശാരീര മാനസാ ദിവ്യ വയ്യാസേ യേ ച മാനുഷാഃ ഭൗതികാശ്ച കഥം ക്ലേശാഃ ബാധന്തേ ഹരിസംശ്രയം. ഹേ വയ്യാസേ അല്ലയോ വ്യാസപുത്ര, ശാരീരാഃ ശാരീരികവും മാനസാച്ച മാനസികവും മാനുഷാഃ അന്യമനുഷ്യരിൽ നിന്നുള്ളവയും ദിവ്യാഹ ദിവ്യവും ഭൗതികാഹ ച ഭൗതികവുമായ ഏ ക്ലേശാഹ യാവ ചില ക്ലേശങ്ങളുണ്ടോ അവ ഹരിസംശ്രയം ഹരിയെ സമാശ്രയിച്ചിരിക്കുന്ന ഒരുവനെ കഥം എങ്ങനെ ബാധന്തെ ബാധിക്കുന്നു. അവിടെ അല്ലേ വയ്യാസി എന്നാണ് ശരിക്കും വേണ്ടത്. ധാതുരകഞ്ച പ്രകാരം പാണിനീയ സൂത്രപ്രകാരം വ്യാസസ്യ അപത്യം പുമാൻ വയ്യാസി എന്നാണ് സിദ്ധിക്കുക. എന്നാൽ വ്യാസഗരുഡ നിഷദ ചണ്ഡാല ബിംബാനാമിതി വക്തവ്യം എന്ന വാർത്തിക പ്രകാരം അക ആദേശം അങ്ങനെ വയ്യാസക്കി. ഇവിടെ വയ്യാസി എന്നാകയാൽ വാർത്തികം പരിഗണിച്ചിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ വയ്യാസക്കി എന്നുള്ളതിനൊരു അതൊക്കെ ഈ കവികളുടെ സ്വാതന്ത്ര്യമാണ്. വയ്യാസി വയ്യാസേ വ്യാസപുത്ര എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും ഈ ശ്ലോകങ്ങളുടെ സാരം എന്താ ചോദിച്ചാൽ, വരാഹമൂർത്തി തൻ്റെ യജ്ഞമയമായ സ്വരൂപം കുടഞ്ഞപ്പോൾ ദർഭകളാകുന്ന രോമങ്ങൾ പതിഞ്ഞ പ്രദേശമാണത്. അതിനാൽ അവിടം ബർഹിഷ്മതി എന്നറിയപ്പെടുന്നു. അവിടെ നല്ല പച്ച നിറത്തിലുള്ള കുശയും കാശവും രണ്ടും ദർഭവിശേഷങ്ങളാണ്, ധാരാളമായി വളരുന്നു. ഋഷികൾ യജ്ഞവിധ്വംസികളായ രാക്ഷസരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ യജ്ഞപുരുഷനായ ഭഗവാനെ യജിക്കുന്നു. ഭഗവത് അനുഗ്രഹത്താൽ ഈ ഭൂമിയുടെ ആധിപത്യം ലഭിച്ച മനുവും അവിടെ ദർഭ വിരിച്ച് യജ്ഞപുരുഷനായ ഭഗവാനെ യജിച്ചു. അവിടമാണ് ബർഹിഷ്മതി. ആ ബർഹിഷ്മതിയിലുള്ള തൻ്റെ രാജധാനിയിൽ സ്വയംഭുവ മനു താപത്രയ വിമുക്തനായിട്ട് സുഖമാവണ്ണം വസിച്ചു. ഭാര്യയോടും സന്താനങ്ങളോടും കൂടി അദ്ദേഹം ഇതര പുരുഷാർത്ഥങ്ങൾക്ക് ഹാനി വരാത്ത വിധം കാമങ്ങളെയും അനുഭവിച്ചു. ഗന്ധർവന്മാരും ഗന്ധർവ സ്ത്രീകളും പ്രഭാത സമയത്ത് അദ്ദേഹത്തിന്റെ അപദാനങ്ങൾ വാഴ്ത്തുമാർ ഗാനം ചെയ്യും. ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം സമയം കിട്ടുമ്പോഴെല്ലാം ഏകാഗ്രതയോടെ ഇരുന്ന് ഭഗവാന്റെ ദിവ്യലീലകളടങ്ങുന്ന കഥാശ്രവണം നടത്തുകയും ചെയ്തു. ഭോഗത്തിന് ഉപയുക്തമായവ സമ്പാദിക്കുന്നതിൽ സമർത്ഥനാണെങ്കിലും ഭഗവത് ഭക്തനായ സ്വയംഭുവ മനുവിനെ കീഴടക്കാൻ വിഷയാസക്തി പര്യാപ്തമായി ഭവിച്ചില്ല. ഭഗവത് കഥകൾ ആഖ്യാനം ചെയ്യുന്നവനും ശ്രവണം ചെയ്യുന്നവനും ഭഗവാനെ ധ്യാനിക്കുന്നവനും ആരാധിക്കുന്നവനുമായ അദ്ദേഹത്തിന്റെ മന്വന്തരത്തിന്റെ കാലം സഫലമായി തന്നെ ഭവിച്ചു. ഇതര വിഷയങ്ങളിൽ വ്യാപരിച്ച് സമയം വൃഥാവിലാക്കിയില്ലെന്ന് സാരം. 71 ചതുർയുഗമാണ് ഒരു മന്വന്തരം. സ്വയംഭുവ മനു തൻ്റെ മന്വന്തരകാലം മുഴുവനും ഭഗവതർപ്പണ ഭാവത്തോടു കൂടിയവനായും ജാഗ്രതാദ്യ അവസ്ഥകളെ അതിജീവിച്ചവനായും കഴിച്ചുകൂട്ടി. മൈത്രേയ മഹർഷി ഇത്രയും വിതുരനോട് പറഞ്ഞ് വ്യാസപുത്രനായ വിതുരനോട് ചോദിക്കുകയാണ്, ശാരീരികം മാനസികം എന്നിവയടങ്ങുന്ന
ആധ്യാത്മികങ്ങളും ദൈവികങ്ങളും ഭൗതികങ്ങളുമായ ക്ലേശങ്ങൾ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നവരെ എങ്ങനെ ബാധിക്കും? അതായത് ബാധിക്കുകയേ ഇല്ല എന്നർത്ഥം. ഇനി മനുസ്മൃതി എങ്ങനെ രൂപം കൊണ്ടു എന്നാണ് മൈത്രേയ മഹർഷി പറയുന്നത്. യഃ പൃഷ്ടോ മനുഭിപ്രാഹ ധർമാൻ നാനാവിധാൻ ശുഭാന് നൃണാം വർണ്ണാശ്രമാണാം ച സർവഭൂതഹിത സദാഹ. സദാ സദാ സമയവും സർവഭൂതഹിത, സർവപ്രാണികളുടെയും ഹിതാനുവർത്തിയായിരുന്ന യഹായാതരാൾ മുനിഭി മുനിമാരാൽ പൃഷ്ട ചോദിക്കപ്പെട്ടവനായിട്ട് നൃണ മനുഷ്യരുടെ വർണ്ണാശ്രമാണാം ച വർണ്ണാശ്രമങ്ങളുടെയും മറ്റും നാനാവിധാൻ വിവിധങ്ങളായ ശുഭാൻ ധർമാൻ സ്വധർമ്മങ്ങളെയും പ്രാഹ ഉപദേശിച്ചു. സദാസമയവും സർവഭൂതങ്ങളുടെയും ഹിതാനുവർത്തിയായ അദ്ദേഹം മുനിമാരാൽ ചോദിക്കപ്പെട്ടവനായിട്ട് മനുഷ്യർക്ക് ശ്രേയസ്കരങ്ങളായ വർണ്ണാശ്രമാദികളുടെ സർവധർമ്മങ്ങളെയും പറഞ്ഞു കൊടുത്തു. അവിടെ സകല ധർമ്മങ്ങളെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശ്ലോകത്തിൽ ഇച്ഛ എന്ന് സൂചിപ്പിച്ചത്. എന്തൊക്കെ ധർമ്മങ്ങളുണ്ടോ സകലതും അർത്ഥം. മനു ഇപ്രകാരം ഋഷീശ്വരന്മാർക്ക് ഉപദേശിച്ച ശാസ്ത്രമാണ് മനുസ്മൃതി എന്ന് അതിൽ ആദ്യ ഭാഗങ്ങളിൽ സ്പഷ്ടമായി കാണാം. മനും ഏകാഗ്രമാസീനം അഭിഗമ്യ മഹർഷയ പ്രതിപൂജ്യ യഥാന്യായമിതം വചനമബ്രുവൻ ഭഗവൻ സർവവർണ്ണാനാം യഥാവതനു പൂർവശഃ ആന്തരപ്രഭാവാണാം ച ധർമാന്നോ വക്തുമർഹസി ത്വമേകോ ഹ്യസ്യ സർവസ്യ വിധാനസ്യ സ്വയംഭുവഃ അചിന്യസ്യ അപ്രമേയസ്യ കാര്യതത്വാർത്ഥവിത് പ്രഭോ. ഇതാണ് ഋഷിമാരുടെ വാക്യം. അതിനുത്തരമായിട്ടാണ് മനു സകല ധർമ്മങ്ങളും ഉപദേശിച്ചത്. സതൈ പൃഷ്ടസ്തഥാ സമ്യക് അമിതൗജ മഹാത്മഭി പ്രത്യുവാച ആർച്ചതാൻ സർവാന് മഹർഷീൻ ഛ്രൂയതാമിതി. മനുസ്മൃതിയുടെ കർത്താവ് സ്വയംഭുവ മനു തന്നെ എന്ന് മനുസ്മൃതിയിൽ പറയുന്നുമുണ്ട്. പുത്രാൻ ദ്വാദശയാനാഹ നൃണാം സ്വയംഭുവ മനു എന്നിങ്ങനെയുള്ള അനേകം വാക്യങ്ങൾ കാണാം. അനേകം മനുക്കൾ ഉള്ളതിനാൽ ആരെന്നുള്ള ശങ്ക, ഈ മനുസ്മൃതി എഴുതിയത് ഇപ്പോൾ ആരാന്നൊരു സംശയം ഉണ്ടാകാം. അത് സ്വയംഭുവ മനുവായിട്ടുള്ള ഈ മനു തന്നെയാണ്. നമുക്കിപ്പോൾ ലഭ്യമായ മനുസ്മൃതിയുടെ വക്താവ് ഭൃഗുവാണ്. ആ കാര്യം മനുസ്മൃതിയിൽ തന്നെ പറയുന്നു. ഏതദ്വോയം ഭൃഗുശാസ്ത്രം ശ്രാവയിഷ്യത്യശേഷത. ഈ ഒരു കാര്യം വിജ്ഞാനേശ്വരൻ മിതാക്ഷരുടെ ആരംഭത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. യാജ്ഞവൽക്യ ശിഷ്യ കശ്ചിത് പ്രശ്നോത്തര രൂപം യാജ്ഞവൽക്യ മുനിപ്രണീതം ധർമ്മശാസ്ത്രം സംക്ഷിപ്യ കഥയാമാസ യഥാ മനുപ്രണീതം ഭൃഗു എന്ന്. മനുസ്മൃതി അതുകൊണ്ടാണ് ഭൃഗു സംഹിത എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഏതായാലും ഈ മനു പറഞ്ഞ കാര്യങ്ങളാണ് ഭൃഗു ആവർത്തിക്കുന്നത്. അതാണ് ലോകത്തിലെ ആദ്യത്തെ ധർമ്മശാസ്ത്രം. സ്മൃതികളിൽ ഏറ്റവും ആധികാരികമായതും മനുസ്മൃതി തന്നെയാണ്. ഏതത്ത ആദിരാജസ്യ മനോശ്ചരിതം അദ്ഭുതം വർണ്ണിതം വർണ്ണനീയസ്യ തദപത്യോദയം ശൃണു. വർണ്ണനീയസ്യ വർണ്ണിക്കപ്പെടേണ്ടവനായ ആദിരാജസ്യ ആദ്യത്തെ രാജാവായ മനോഹോ സ്വയംഭവ മനുവിന്റെ ഏതത് അദ്ഭുതം ചരിതം അദ്ഭുതകരമായ ചരിത്രം തേ അങ്ങയ്ക്ക് വർണ്ണിതം വർണ്ണിച്ചു തന്നു. തദപത്യോദയം അദ്ദേഹത്തിന്റെ സന്താനങ്ങളുടെ ചരിത്രം ശൃണു ഇനി കേട്ടാലും. ആദിരാജാവായ സ്വയംഭവ മനുവിന്റെ വർണ്ണനാർഹവും ആശ്ചര്യകരവുമായിട്ടുള്ള ചരിത്രം ഇപ്രകാരം അങ്ങേക്ക് പറഞ്ഞു തന്നു. അനന്തരം അദ്ദേഹത്തിന്റെ സന്താനങ്ങളുടെ വൃത്താന്തം കേട്ടാലും എന്ന മൈത്രേയ വാക്യത്തോടെ ഈ അധ്യായം സമാപിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയ സ്കന്ധേ ദ്വാവിംശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പം എല്ലാവർക്കും നമസ്കാരം. നാരായണ നാരായണ